ഓക്കെ, അപ്പൊ നമുക്ക് പെയിന്റിൽ നിന്നുള്ള MCQ ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റന്റ് ഓഫ് പെയിൻ വിച്ച് ക്വിക്കൻസ് ദ ഡ്രൈവിംഗ് ഓഫ് വെഹിക്കിൾ ഈസ് കോൾഡ്. എന്താണ്? വെഹിക്കിളിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാ ഹെൽപ്പ് ചെയ്യുന്നേ? നമ്മുടെ ഡ്രയർ അല്ലേ? ആരാ ഹെൽപ്പ് ചെയ്യുന്നേ? ഡ്രയർ. ഓക്കെ, അടുത്ത് നോക്കി. ഇൻ പെയിന്റ്സ് ലിൻസീഡ് ഓയിൽ ഈസ് യൂസ്ഡ് ആസ്. എന്താണ്? ലിൻസീഡ് ഓയിൽ. നമ്മൾ 4 ഓയിലിന്റെ കാര്യം പറഞ്ഞല്ലേ? ലിൻസീഡ് ഓയിൽ, പിന്നെന്തായിരുന്നു? പോപ്പി ഓയിൽ, പിന്നെന്തായിരുന്നു? ടങ് ഓയിൽ, പിന്നെന്തായിരുന്നു? ഓരോ ഓയിലൂടെ ഉണ്ടായിരുന്നല്ലോ. ലിൻസീഡ് ഓയിൽ, പോപ്പി ഓയിൽ, ടങ് ഓയിൽ, പിന്നെ നട്ട് ഓയിൽ അല്ലെ? അപ്പൊ എന്താണ്? നട്ട് ഓയിൽ. അപ്പൊ ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ലിൻസീഡ് ഓയിൽ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലിൻസീഡ് ഓയിൽ എന്തായിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്? വെഹിക്കിൾ അല്ലെ? വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു എന്ത്? നമ്മുടെ ലിൻസീഡ് ഓയിൽ. വെഹിക്കിളിലൊക്കെ ഓയിൽ യൂസ് ചെയ്യുന്ന ഓർക്കുക. വെഹിക്കിൾ ആണ്, ഓയിലാണ്. ഓക്കെ, അങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്ത നോക്കി. സോൾവെന്റ് യൂസ്ഡ് ഇൻ സിമെന്റ് പെയിന്റ്. സിമെന്റ് പെയിന്റിൽ ആര് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്? സിമെന്റ് എന്ന് പറയുമ്പോൾ സിമെന്റിന്റെ കൂടെ ആരെ യൂസ് ചെയ്യും? വാട്ടറിനെ യൂസ് ചെയ്യും അല്ലെ? അപ്പൊ സിമെന്റ് പെയിന്റിൽ വാട്ടർ ആരാണ്? വാട്ടർ സിമെന്റ് പെയിന്റിൽ എന്താണ്? സോൾവെന്റ് ആണ് അല്ലെ? സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ ആണ്. അടുത്ത നോക്കി. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾവെന്റ് ഇൻ ഓയിൽ പെയിന്റ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആരാണ്? മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾവെന്റ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾവെന്റ് ആരാണ്? നമ്മുടെ ടർപെന്റൈൻ. എന്താണ്? ടർപെന്റൈൻ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഓയിൽ പെയിന്റിൽ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുക. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ടർപെന്റൈൻ. എന്താണ്? ടർപെന്റൈൻ. ഓർക്കുക, ടി വേണമെങ്കിൽ തിന്നർ ടർപെന്റൈൻ കണക്ട് ചെയ്യാം. ഓക്കെ, സോൾവെന്റിന്റെ അവസാനത്തെ ടിയും ഈ ടിയോടെ ഒക്കെ കണക്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ടർപെന്റൈൻ ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ പെയിന്റ് ആസ്. ടർപെന്റൈൻ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് പറഞ്ഞത്? തിന്നർ അല്ലെങ്കിൽ എന്താണ്? സോൾവെന്റ്. തിന്നർ അല്ലെങ്കിൽ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1. ഓക്കെ, അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത എന്താ? ലിൻസീഡ് ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ പെയിന്റ് ആസ്. ലിൻസീഡ് ഓയിൽ, ലിൻസീഡ് ഓയിൽ, ലിൻസീഡ് ഓയിൽ. ഓയിൽ, വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ അല്ലെങ്കിൽ എന്താണ്? പെയിന്റർ അങ്ങനെയൊക്കെ നമ്മൾ പറയാം. വെഹിക്കിളും കാരിയറും ഓർക്കുക. അപ്പൊ ഇവിടെ വെഹിക്കിൾ ഉണ്ടോ? ഇല്ല, പക്ഷെ കാരിയർ ഉണ്ട് അല്ലേ? അപ്പൊ ലിൻസീഡ് ഓയിൽ യൂസ്ഡ് ഇൻ പെയിന്റ് ആസ് കാരിയർ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. നെയിം ഓഫ് കാരിയർ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് പെയിന്റ്സ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി. സുപ്പീരിയർ ക്വാളിറ്റിക്ക് ഏതാ? മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണെങ്കിൽ ലിൻസീഡ് ആയിരുന്നു അല്ലെ? നട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ചീപ്പാണ്, ഓർഡിനറി വർക്കിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പോപ്പി ഓയിൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്മുടെ ഡെലിക്കേറ്റ് കളേഴ്സിനായിരുന്നു അല്ലെ? അപ്പം ആരാണ് സുപ്പീരിയർ ക്വാളിറ്റിക്ക്? ടങ് ഓയിൽ. ഓപ്ഷൻ 4. അടുത്ത് നോക്കി. ദ ഫൈൻ കളറിംഗ് മെറ്റീരിയൽ വിച്ച് ഗീവ് കളർ ആൻഡ് ഒപ്പേസിറ്റി ടു പെയിന്റ് ഈസ്. എന്താണ്? കളറിംഗ് പിഗ്മെന്റ്. നമ്മുടെ ആൻസർ എന്താണ്? കളറിംഗ് പിഗ്മെന്റ് ആയിരുന്നു. കളറിംഗ് ഇവിടെ ഇല്ല, പക്ഷെ പിഗ്മെന്റ് എന്നുണ്ട്. അപ്പൊ എന്തെടുക്കാം? പിഗ്മെന്റ് ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത് നോക്കി. ലിക്വിഡ് മീഡിയം യൂസ്ഡ് ഇൻ ഓയിൽ പെയിന്റ് ഈസ്. എന്താണ്? ഓയിൽ പെയിന്റിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡ് മീഡിയം എന്താണ്? ലിക്വിഡ് മീഡിയം. ഓയിൽ പെയിന്റിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡ് മീഡിയം ആയിരുന്നു. നമ്മൾ ബേസ് ചെയ്യേണ്ട ആരെ പറ്റിയാ പഠിച്ചത്? എന്താണ്? ഓയിൽ പെയിന്റിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡ് മീഡിയം എന്താണ്? ലിൻസീഡ് ഓയിൽ. എന്താണ്? ലിൻസീഡ് ഓയിൽ. ലിൻസീഡ് ഓയിൽ എന്തായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്? വെഹിക്കിൾ അല്ലെങ്കിൽ എന്താണ്? കാരിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിൻസീഡ് ഓയിൽ ആണ് എന്ത്? ഓയിൽ പെയിന്റിലെ ലിക്വിഡ് മീഡിയം. അടുത്ത് നോക്കി. ദ ഓയിൽ വിച്ച് ഇസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആസ് വെഹിക്കിൾ ഫോർ ഓൾ ഓർഡിനറി പെയിന്റ്. എല്ലാ ഓർഡിനറി പെയിന്റിലും യൂസ് ചെയ്യുന്ന ആരാ? നമ്മുടെ ലിൻസീഡ് ഓയിലിനെയാണ് എല്ലാ ഓർഡിനറി പെയിന്റിലും യൂസ് ചെയ്യുന്ന മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ. അടുത്ത എന്താ? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് വിച്ച് പ്രൊവൈഡ്സ് ബോഡി ടു പെയിന്റ്. ബോഡി ടു പെയിന്റ്, ബോഡി കൊടുക്കുന്ന ആരാണ്? ബേസ് അല്ലെ? ഓൺ വിച്ച് ഡിപ്പെൻഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ദ നേച്ചർ ഓഫ് പെയിന്റ്. അത് നേച്ചർ ഓഫ് പെയിന്റിനെ അതിന്റെ ഡ്യൂറബിലിറ്റിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാണ്? അതിന്റെ ബേസ് ആണ് അല്ലെ? ബേസ് കളറിംഗ് പിഗ്മെന്റ് കളർ കൊടുക്കും, സോൾവെന്റ് തിന്നർ ആക്കും, സോൾവെന്റ് കുറച്ചുകൂടി തിന്നാക്കും, പിന്നെന്താണ്? വെഹിക്കിൾ എന്താണ്? അതിന് ലിക്വിഡ് മീഡിയം കൊടുക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ബി.
ബേസ്. ഓക്കെ, അടുത്ത് നോക്കി. മോസ്റ്റ് കോമൺലി യൂസ്ഡ് തിന്നർ ഇൻ പെയിന്റ് ഈസ്. അതേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് തിന്നർ. തിന്നർ തിന്നർ എന്ന് പറയുമ്പോൾ എന്താണ്? തിന്നർ അല്ലെങ്കിൽ സോൾവെന്റ്. ആരാണ്? തിന്നർ അല്ലെങ്കിൽ സോൾവെന്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആൻസർ? ടർപെന്റൈൻ. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്ത് നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ഓയിൽ പെയിന്റ്. ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ ബേസ് പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ ബേസ് പറഞ്ഞു, പിന്നെ കാരിയർ അല്ലെങ്കിൽ എന്താണ്? കാരിയർ അല്ലെങ്കിൽ പിന്നെന്താണ്? നമ്മൾ സോൾവെന്റ് പറഞ്ഞു, സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ പറഞ്ഞു, കാരിയർ അല്ലെങ്കിൽ വെഹിക്കിൾ പറഞ്ഞു, പിന്നെന്താണ്? നമ്മൾ ഇനേർട്ട് മെറ്റീരിയൽ പറഞ്ഞു, പിന്നെന്താ? ഡ്രയർ പറഞ്ഞു, അല്ലെ? ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കളറിംഗ് പിഗ്മെന്റ് പറഞ്ഞു. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞു. ഇതൊന്നും അല്ലാത്തത് ഏതാ ഇവിടെ ഉള്ളത്? വാട്ടർ. വാട്ടർ എന്തല്ല? ഓയിൽ പെയിന്റിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് അല്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കി. എ സോളിഡ് സബ്സ്റ്റൻസ് ഇൻ ഫൈൻ സ്റ്റേറ്റ് ഓഫ് ഡിവിഷൻ. ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ എന്താക്കുക? ഫൈൻ ആക്കിയേക്കാം. ആൻഡ് ഫോംസ് ദ ബൾക്ക് ഓഫ് പെയിന്റ്. ബൾക്ക് ആരാണ്? ബേസ്. ബൾക്ക് എന്ന് ഓർത്ത് ബേസ്. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ 3 ബേസ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബേസ് ഫോർ ആൻ ഓയിൽ പെയിന്റ്. ഓയിൽ പെയിന്റ് ബേസിനെ പഠിക്കാൻ ഞാൻ എന്നാ പറഞ്ഞത്? റൗലറ്റ്. റൗ ആർ എന്തായിരുന്നു? റെഡ് ലെഡ്. ഓക്സൈഡ് ഓഫ് അയൺ സിങ്ക്. എന്തായിരുന്നു? വൈറ്റ് ലെഡ്, ലിത്താർജ്, അലൂമിനിയം പൗഡർ, പിന്നെന്തായിരുന്നു? ആന്റിമണി, പിന്നെന്തായിരുന്നു? ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ടൈറ്റാനിയം വൈറ്റ്, അല്ലെ? അപ്പൊ ഇതിനകത്ത് ടൈറ്റാനിയം വൈറ്റ്. ഓക്കെ, അപ്പം ടൈറ്റാനിയം വൈറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയുണ്ട്. ഇതിനകത്ത് നമുക്ക് വൈറ്റ് ലെഡ് ഉണ്ട്, ഓക്സൈഡ് ഓഫ് അയൺ ഉണ്ട്, ടൈറ്റാനിയം വൈറ്റ് ഉണ്ട്. എല്ലാം എന്തായിരുന്നു? ലിത്താർജ് ആയിരുന്നു, അല്ലെ? ലിത്താർജ് ആയിരുന്നു. അത് ലിൻസീഡ് ഓയിൽ അല്ല. ലിൻസീഡ് ഓയിൽ എന്താണ്? ലിൻസീഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ അല്ലെങ്കിൽ എന്താണ്? വെഹിക്കിൾ അല്ലെങ്കിൽ ക്യാരിയർ ആണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ പോർഷനിൽ വന്നിട്ടുള്ളത്. ഇനിയും കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് വാർണിഷും ബാക്കി ടൈപ്സ് ഓഫ് പെയിന്റും ഒക്കെ പഠിച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.